റിപ്പോർട്ടർ ബ്രേക്കിംഗ്. സർവീസിൽ നിന്ന് വിരമിച്ചിട്ടും അതേ കസേരയിൽ തുടർന്ന NGO യൂണിയൻ നേതാവ്. മെയ് 31-ന് പട്ടികജാതി വികസന വകുപ്പിന്റെ തിരുവനന്തപുരം ഓഫീസിൽ നിന്ന് വിരമിച്ച NGO യൂണിയൻ നേതാവ് B. അജിത് കുമാറിനാണ് അതേ പദവിയിൽ താൽക്കാലിക നിയമനം ലഭിച്ചത്. പട്ടികജാതി വികസന വകുപ്പിലെ ITI-കളുടെ ചുമതലയുള്ള ദക്ഷിണ മേഖലാ ഓഫീസർ മുനീറാണ് അജിത് കുമാറിന് അനധികൃതമായി നിയമനം നൽകിയിരിക്കുന്നത്. രേഖകൾ ഇപ്പോൾ റിപ്പോർട്ടറിന് ലഭിച്ചിട്ടുണ്ട്. TV പ്രസാദാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. TV പ്രസാദ്, ഇതെന്താണ് സംഭവിക്കുന്നത് എന്നതാണ്. മെയ് 31-ന് എന്ന് പറയുമ്പോൾ ഇപ്പോൾ മാസങ്ങളായി അദ്ദേഹം താൽക്കാലിക ചുമതലയിൽ തുടരുന്നു, താൽക്കാലിക നിയമനം ലഭിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ടുള്ള അനധികൃത നിയമനം എന്ന് തന്നെ പറയണം, അല്ലേ? ഉറപ്പായും വിനീത, ഇതൊരു കൗതുകമുള്ള കാര്യം കൂടിയാണ്. തിരുവനന്തപുരത്ത് പിന്നോക്ക വികസന വകുപ്പിലെ IT-കളുടെ ചുമതലയുള്ള വിഭാഗത്തിലാണ് B. അജിത് കുമാർ ജോലി ചെയ്തത്. ഈ മെയ് മാസം റിട്ടയർ ആവുകയും ചെയ്തു. മെയ് 31-ാം തീയതി റിട്ടയർ ആയതിനു ശേഷം തൊട്ടടുത്ത ദിവസം തന്നെ അവിടെ താൽക്കാലികമായി ജോലിക്ക് സാധ്യതയുണ്ടെങ്കിൽ അറിയിക്കണം, അതിലേക്ക് പരിഗണിക്കണം എന്ന് പറഞ്ഞ് ഒരു അപേക്ഷയും കൊടുത്തു. അപേക്ഷയ്ക്ക് പിന്നാലെ ശരവേഗത്തിൽ കാര്യങ്ങളെല്ലാം നടന്നു. 24-ാം തീയതി ഒരാളെ താൽക്കാലികമായി, അതായത് ഈ അജിത് കുമാർ തന്നെ ഒഴിവായ പദവിയിലേക്ക്, പോസ്റ്റിലേക്ക്, തസ്തികയിലേക്ക് പുതിയൊരാളെ നിയമിക്കാം എന്ന് പറഞ്ഞ് 24-ാം തീയതിയാണ് പിന്നോക്ക വികസന വകുപ്പ് ഡയറക്ടർ ഉത്തരവിറക്കിയത്, അനുമതി നൽകിയത്. ആ ഉത്തരവ് വന്ന് 24-ാം തീയതി വരുന്നു. ഈ ജൂൺ മാസം 24-ാം തീയതി വരുന്നു. ഈ ജൂൺ മാസം 25-ാം തീയതി രാവിലെ 10 മണിക്ക് ഈ B. അജിത് കുമാർ അങ്ങനെ അനുമതി കൊടുത്ത പോസ്റ്റിലേക്ക് വന്ന് രാവിലെ ജോയിൻ ചെയ്യുകയാണ്. അതായത് അജിത് കുമാർ മെയ് മാസം ഏത് പോസ്റ്റിൽ നിന്നാണോ ഇറങ്ങിപ്പോയത് അവിടേക്ക് താൽക്കാലിക അടിസ്ഥാനത്തിൽ വരികയാണ്. ഇതിലുള്ളൊരു പ്രധാനപ്പെട്ട പ്രശ്നം, അങ്ങനെ അനുമതി കൊടുത്തു കഴിഞ്ഞാൽ, ഡയറക്ടർ അനുമതി കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് ചെയ്യേണ്ടിയിരുന്നത് അതിനൊരു നോട്ടിഫിക്കേഷൻ വിളിക്കുകയാണ്, പത്രപരസ്യം കൊടുക്കുകയാണ്, വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുകയാണ്. ഇതൊന്നുമില്ലാതെ അവിടെ ഉണ്ടായിരുന്ന NGO യൂണിയന്റെ നേതാവായ B. അജിത് കുമാറിനെ തൊട്ടടുത്ത ദിവസം 25-ാം തീയതി രാവിലെ വന്ന് അവിടെ ജോയിൻ ചെയ്യാൻ വേണ്ടിയുള്ള അനുമതി കൊടുക്കുകയാണ്. ഇപ്പോഴും താൽക്കാലിക ജീവനക്കാരനായി തുടരുകയാണ്. അവിടെ താൽക്കാലിക ജീവനക്കാരനായി തുടരുന്ന അജിത് കുമാറിനോട് നമ്മൾ സംസാരിച്ചു. അജിത് കുമാർ പറയുന്നത്, എന്നെ ഓഫീസർ വിളിച്ചു പറഞ്ഞനുസരിച്ചിട്ടാണ് ഞാൻ അവിടെ ജോലിക്ക് കയറിയത് എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ഈ ഓഫീസറുടെ കാര്യം കൂടി പരിശോധിക്കേണ്ടതുണ്ട് വിനീത. കാരണം എങ്ങനെയാണ് ചട്ടം ലംഘിച്ച് പിൻവാതിലൂടെ ഒരു യൂണിയൻ നേതാവായിരുന്ന ആളെ വളരെ പെട്ടെന്ന് അതേ സ്ഥാനത്തേക്ക് തിരിച്ചു കൊണ്ടുവരുന്നു എന്നൊരു ചോദ്യമുണ്ട് വിനീത. ശരി, TV പ്രസാദാണ് വിവരങ്ങൾ നൽകിയത്.